അനുദിനം നമ്മളെ വഴി നടത്തുകയും പരിപാലിക്കുകയും നമ്മുടെ കുറവുകൾക്കും കുറ്റങ്ങൾക്കും ഒത്തവണ്ണമല്ല തൻ്റെ കൃപയും കരുണപ്രകാരവും നമ്മുടെ ദയ കാണിക്കുകയും ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരികയും ചെയ്ത സർവശക്തനായ ദൈവത്തിന് മഹത്വവും ബലവും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും എപ്പോഴെന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സങ്കീർത്തന ധ്യാനം, തിരുവചന ധ്യാനം തന്നെ അത് മനോഹരമാണ്. നമ്മുടെ ആന്തരിക മനുഷ്യനെ കാണുവാനും ആത്മീക മനുഷ്യന് ആവശ്യമായിരിക്കുന്ന എന്തെന്ന് പരിശോധിക്കുവാനുമുള്ള ഏറ്റവും നല്ല മുഖാന്തരമാണ് തിരുവചനം എന്ന് പറയുന്നത്. തിരുവഴുത്തുകളെ ശോധന ചെയ്യുന്നത് ഒരു ഭക്തൻ്റെ ലക്ഷണമായിരിക്കുന്ന പോലെ തിരുവഴുത്തുകളെ വിശ്വസിച്ചുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന വാഗ്ദത്തങ്ങളും അവകാശങ്ങളും എല്ലാം അനുഭവിച്ചും ലിവിങ് മാനുവൽ, നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നുള്ള ആ ക്രമീകരണ തത്വം അടങ്ങിയിരിക്കുന്ന വിശുദ്ധ തിരുവഴുത്ത് നമ്മൾ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പ്രകാരം ക്രമീകരിക്കാൻ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ അതിൽ കൂടെ പഠിപ്പിക്കുന്നു. എല്ലാവർക്കും സുപരിചിതമായ വാക്യങ്ങൾ അടങ്ങിയ അധ്യായം എന്നതാണെന്ന് അറിയത്തില്ലെങ്കിലും വാക്യങ്ങൾ മനഃപ്പാഠമാക്കിയ ഒരു സങ്കീർത്തനമാണ് 103-ാം സങ്കീർത്തനം. എൻ മനമേഘയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളിൽ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. വാക്യങ്ങൾ മിക്കവാറും എല്ലാവരും ഉപയോഗിക്കുന്നതും പ്രാർത്ഥനയിലും മറ്റും കേട്ട് എല്ലാവർക്കും പരിചയമുള്ള ഒരു വചനമാണത്. ഒരു ഭക്തൻ ഇങ്ങനെ പറയുകയുണ്ടായി, 102-ാം സങ്കീർത്തനം, കഴിഞ്ഞ സങ്കീർത്തനത്തിൽ ശൂന്യ സ്ഥലത്തെ മൂങ്ങ പോലെ പതിയിരുന്നവൻ എന്ന് പറഞ്ഞാൽ മൂങ്ങ പകൽ സമയത്ത് അതിന് കണ്ണുകാഴ്ച ഇല്ലാത്തത് കൊണ്ട്, കാണുവാൻ സാധിക്കാത്തത് കൊണ്ട്, കണ്ണുകാഴ്ചയുണ്ട് കാണുവാൻ സാധിക്കത്തില്ല, പകൽ സമയത്ത് അതിൻ്റെ കാണുവാൻ സാധിക്കാത്തത് കൊണ്ട് അത് എവിടെയെങ്കിലും ഇങ്ങനെ മുഖമായിട്ട് തനിച്ചങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ രാത്രിയാണ് അതിൻ്റെ ആഹാരം തേടലും എല്ലാം നടക്കുന്നത്. അങ്ങനെ ശൂന്യസ്ഥലത്തെ മൂങ്ങ പോലെ പതിയിരുന്നവൻ ഈ സങ്കീർത്തനത്തിൽ വരുമ്പോൾ കഴുകനെ പോലെ ചിറകടിച്ചു വരികയാണ് എന്ന്. ജീവിതത്തിൽ അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട്, ഏറ്റക്കുറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ വരാം. എന്നാൽ അവിടെയെല്ലാം നമ്മളെ വഴി നടത്തി നമ്മളെത്തേണ്ടതുപോലെ, നമ്മളാകേണ്ടതുപോലെ നമ്മളാക്കി തീർക്കുവാൻ നമ്മുടെ ദൈവം സർവശക്തനാണ്. അവിടത്തേക്ക് സകലത് കഴിയും. നാം വിട്ടുകൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ വഴികളെയൊക്കെ ശരിയാക്കുന്ന ദൈവം നമ്മളെ വിശുദ്ധീകരണത്തിൻ്റെ ആ അനുഭവത്തിൽ കൂടെ നടത്തി നമ്മളെ പരിശീലിപ്പിച്ച് നമ്മളെത്തേണ്ടതായ ആ ഗോൾ, ഒരു ആത്മീക മനുഷ്യൻ, ഒരു ലോക മനുഷ്യൻ്റെ ജീവിതം ഇങ്ങനെ ജീവിക്കുക, ഇങ്ങനെ പോവുക എന്നുള്ളത്. എന്നാൽ ഒരു ആത്മീക മനുഷ്യന് അവൻ്റെ ജീവിതത്തിലൊരു ഗോളുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. അത് ഭൗമികമായ ലക്ഷ്യമല്ല, അതുകൊണ്ട് അത് ദൈവം സഫലീകരിക്കും, അവൻ്റെ ദൗത്യം പൂർത്തീകരിക്കും. അതിനേക്കാൾ ഉപരി നിത്യതയിൽ ദൈവത്തോടുകൂടെ എന്നേക്കും ദൈവത്തോടു കൂടെ വസിക്കുന്ന ആ നിത്യജീവനിലേക്ക്, നിത്യതയിലേക്കുള്ള അതിനുള്ള ഒരുക്കമാണ്, മുന്നൊരുക്കമാണ്, അതിനുള്ള പദ്ധതിയാണ് ആ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി അവൻ ദൈവത്തിൽ തന്നെ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ 103-ാം സങ്കീർത്തനം ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചു. 3, 4, 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചുവെങ്കിലും 3 വരെയുള്ള വാക്യങ്ങളോടെ നമ്മൾ കണ്ടു. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായത്തിൽ പറയുന്ന 15-ാമത്തെ അധ്യായം 26 മുതൽ വാക്യം അവിടെ പറയുന്നുണ്ട്. മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ വലഞ്ഞപ്പോൾ അവർ വെള്ളം കാണുകയാണ്. പക്ഷെ കണ്ട വെള്ളം അവർ കുടിച്ചപ്പോൾ അത് കയ്പുള്ളതായിരുന്നു. ഉടനെ മോശയ്ക്ക് ദൈവം ഒരു വൃക്ഷം കാണിച്ചു കൊടുക്കുന്നു. ആ വൃക്ഷം വെട്ടി ആ വെള്ളത്തിലിട്ടപ്പോൾ ആ വെള്ളം, കയ്പുള്ള വെള്ളം മധുരമായി തീർന്നു. നമ്മൾ സാധാരണ പാട്ടിലൊക്കെ പാടാറുണ്ട്, എല്ലാം മാറായെ മധുരമാക്കുന്ന ദൈവം. മാറ എന്ന് പറഞ്ഞാൽ കയ്പിനെ മധുരമാക്കുന്ന ദൈവം എന്ന്. ഇതുപോലെ ഒരു സംഭവം നമുക്ക് കഴിയുന്നത് കാണാനായിട്ട് സാധിക്കും. അത് രൂത്തിൻ്റെ പുസ്തകത്തിലാണ്. രൂത്ത്, നവമി എന്ന് പറയുന്ന രൂത്തിൻ്റെ അമ്മായിമ്മ. നവമി അനുഗ്രഹം ലഭിച്ചവളെന്നാണ് അതിൻ്റെ അർത്ഥമെങ്കിലും അവരുടെ ജീവിതത്തിൽ ചില ദുരന്തങ്ങളൊക്കെ വന്നവർ ഇസ്രായേൽ വിട്ട് പോകേണ്ടി വരികയാണ്. മോവാബിലേക്ക് ചെല്ലുകയാണ്. മോവാബിൽ ചെന്നിട്ട് അവിടെ വെച്ച് ഭർത്താവ് 2 പുത്രന്മാരുമൊക്കെ മരണപ്പെടുകയാണ്. ഭർത്താവിനെ ഒരു മകനെ വിവാഹം കഴിച്ച 2 കുട്ടികളും വിവാഹം കഴിച്ച 2 മരുമക്കളുണ്ട്. എന്നാൽ ഒരുത്തൾ അവരെ നിങ്ങൾ പോയിക്കൊള്ളുക, നിങ്ങൾ വേറെ വിവാഹം കഴിച്ചുകൊള്ളുക എന്നൊക്കെ പറഞ്ഞ് അമ്മായിമ്മ നവോമി പറഞ്ഞു വിടുമ്പോൾ ഒരുവൾ മാത്രം തിരിച്ചു വരുന്നുണ്ട്. അമ്മായിമ്മയോട് കൂടെ വരിക, ഞാൻ നിന്നെ വിട്ട് പിരിയത്തില്ല, നീ പാർക്കുന്നിടത്ത് ഞാൻ പാർക്കും, നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മോവാബ്യ ദൈവങ്ങൾ വിട്ട് രൂത്ത്, അതാണ് ആ മരുമകൾ രൂത്ത്
ഈ അമ്മായിയോടുകൂടെ തിരിച്ചു വരികയാണ്. ഇസ്രായേൽ ദേശത്തേക്ക് തിരിച്ചു വരും. ഇസ്രായേലിലെ ദൈവം ക്ഷാമം വന്നപ്പോഴാണ് അവരങ്ങോട്ട് മാറിപ്പോയത്. ഇവിടെ ഇസ്രായേലിൽ ക്ഷാമമൊക്കെ മാറി എന്നൊക്കെ കേട്ടപ്പോൾ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ അവളെ പരിചയമുള്ളവർ തിരിച്ചറിഞ്ഞപ്പോൾ ഇത് നവോമിയല്ലേ എന്ന് പറയുകയാണ്. അപ്പോൾ നവോമി നിറഞ്ഞവൾ അനുഗ്രഹം പ്രാപിച്ചവൾ എന്നൊക്കെ അർത്ഥമാണെങ്കിലും നവോമി അപ്പോൾ പറയുക, എന്നെ നവോമി എന്ന് വിളിക്കല്ലേ, എന്നെ മാറായി എന്ന് വിളിക്കുക, എൻ്റെ ജീവിതം കയ്പായി എന്ന് പറയുന്നുണ്ട് അവിടെ. എന്നാൽ തുടർന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട് ആ കയ്പായിരുന്ന ജീവിതത്തെ മാറ്റിമറിക്കുക. രൂത്ത് ബോവസിനെ വിവാഹം കഴിക്കുവാൻ വീണ്ടെടുപ്പുകാരനായിട്ട് ബോവസ് വരുന്നു. അങ്ങനെ വിവാഹം കഴിക്കുന്നു. ആ ജീവിതം ധന്യമായി തീരുക. അത് ദാവീദിൻ്റെ ജനനം നൽകുന്ന ഇശായിയുടെ ഗ്രാൻഡ് പേരൻസ് ആയിട്ട് മാറുകയാണ്. ആ തലമുറയിൽ യേശു വന്ന് ജനിക്കുന്നു. അപ്പോൾ മോവാബ്യർ തള്ളപ്പെട്ടവരായിരുന്നു. അവരെ ഈ രൂത്ത് മുഖാന്തരം ദൈവം സ്വീകരിക്കുക. രൂത്ത് കർത്താവിന് വംശാവലി പട്ടികയിൽ പേര് പറയപ്പെടുന്ന 4 സ്ത്രീകളിൽ ഒരുവളാണ്. അവർ ഭാഗ്യാവസ്ഥയിലേക്ക് ദൈവം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ ആ തലമുറയിൽ ക്രിസ്തു ജനിക്കുകയാണ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ തലമുറയിൽ വരുവാൻ ഭാഗ്യം ലഭിച്ചു നവോമിക്കും രൂത്തിനും ഒക്കെ. അത് രൂത്തിൻ്റെ ഡിസിഷനാണ്, തീരുമാനം കൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറാ എന്ന് പറയുമെങ്കിലും നമ്മൾ ആ ദൈവകന്യകളെ കൊടുക്കുമ്പോൾ അതൊക്കെ മധുരമാക്കി മാറി. എത്ര കൈപ്പേറിയ അനുഭവങ്ങളും തിക്തമായ അനുഭവങ്ങളും എല്ലാം ദൈവസന്നിധിയിലേക്ക് നമ്മൾ അർപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സർവശക്തിക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. അതാണ് നമ്മൾ തിരുവഴുത്തിൽ കാണുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. റോമർ 8:28 നമ്മൾ കാണുന്നു. ഇവിടെ നമ്മൾ കാണുകയാണ് അവിടെ മാറായെ മധുരമാക്കി, കയ്പിനെ മധുരമാക്കി തീർക്കുക. അത് ക്രൂശിനെ കാണിക്കുന്ന, ആ വിഷം ക്രൂശിനെ കാണിക്കുന്നതായിട്ടാണ് ചിത്രയിൽ സിംബോളിക് നിഴലാണ്. കാരണം ക്രൂശ് നമ്മുടെ പാപങ്ങളെല്ലാം വലിച്ചെടുത്ത് നമ്മൾ വിശുദ്ധീകരിക്കുക. ആ ക്രൂശ് തന്നെ നമ്മുടെ പാപങ്ങളെല്ലാം ചുമന്നൊഴിച്ച ദൈവ കുഞ്ഞാടാണ്. ആ ക്രൂശിൽ നിന്ന് കുഞ്ഞാടിൽ നിന്ന് ഒഴുകിയ തിരുരക്തം, ആ കുഞ്ഞാടിൻ്റെ തിരക്ക് നമ്മുടെ സകല പാപങ്ങളെയും രോഗങ്ങളെല്ലാം ക്ഷമിക്കുകയും സൗഖ്യമാക്കുകയും ചെയ്യുക. പാപക്ഷമയും രോഗസൗഖ്യവും എല്ലാം നമുക്ക് അവിടെ നിന്ന് പ്രദാനം ചെയ്യുകയാണ് ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹം. തുടർന്ന് അത് തന്നെയാണ് ചേർത്ത് പറയുന്നത് 4-ാമത്തെ വാക്യത്തിൽ, അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. ഹു റിഡീംസ് യുവർ ലൈഫ് ഫ്രം ദ പിറ്റ്, നാശത്തിൻ്റെ കുഴിയിൽ നിന്ന് എന്ന് പറഞ്ഞാൽ ആ തിന്മയുടെ നാശത്തിൻ്റെ കുഴി, നരകത്തിൻ്റെ അനുഭവത്തിൽ നിന്നും നീ എൻ്റെ ജീവനെ പാതാളത്തിൽ വീണ്ടെടുത്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു, ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ദയ, കരുണ. നമ്മോട് കരുണ കാണിച്ച ദൈവം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കുക. നമ്മോട് ദയ കാണിച്ച ദൈവം നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുകയാണ്. ഇനി അവിടെ പറയും, നിൻ്റെ യൗവനം കഴുകനെ പോലെ പുതിയ വരത്തക്കവണ്ണം അവൻ നിൻ്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. സാറ്റിസ്ഫൈഡ് വിത്ത് ഗുഡ് ആസ് ലോങ് ആസ് യു ലിവ് സോ ദാറ്റ് യുവർ യൂത്ത് ഈസ് റിന്യൂഡ്. ഒരു പുതുക്കുന്ന ഒരു ശക്തി. അത് തീത്തോസിൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോൾ നമ്മൾക്ക് ഇന്ന് എന്ത് ചെയ്യുന്നു, പരിശുദ്ധാത്മാ നമ്മളെ റിന്യൂ ചെയ്യും, പുതുക്കും, റിഫ്രഷ് ചെയ്യും. നമ്മളെ പുതിയ കൃപകളും പുതിയ ബലവും ഒക്കെ അണയിക്കും. യഹോവയെ കാത്തിരിക്കുന്ന ഒരു ശക്തിയെ പുതുക്കുമെന്ന് പറയുന്ന പോലെ നമുക്കെല്ലാം പുതുതാക്കി തരുന്നൊരു ദൈവമുണ്ട് നമ്മുടെ ജീവിതത്തിൽ. വായിക്കും നന്മ കൊണ്ട് തൃപ്തി വരുന്ന പറഞ്ഞാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാനായിട്ട് ദൈവം നന്മകൾ തരും. കയ്പെല്ലാം മാറി നന്മ കൊണ്ട് തൃപ്തി വരുത്തും. അപ്പോൾ നന്മകൾ പറയാനുണ്ട്. ദൈവം എനിക്ക് വലിയ ചെയ്തു, അവൻ എനിക്ക് സൗകര്യങ്ങൾ, ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനമാത്രം യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും എന്നിങ്ങനെ സങ്കീർത്തനത്തിലെല്ലാം ദൈവം ചെയ്ത നന്മകൾ കാണുന്നുണ്ട്. ഇത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം നമുക്ക് തരും, നന്മകൾ തരും. അത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാനുള്ള മുഖാന്തരങ്ങളായി തീരും. നമ്മൾ ഓർത്ത് മറക്കാതെ ദൈവത്തെ സ്തുതിക്കാനും അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇത്ര വലിയ ചെയ്തു, ഇന്നത് ചെയ്തു എന്ന് പറയാൻ സാക്ഷിക്കുവാനുമായിട്ട് തീരേണ്ടതാണ്. തുടർന്ന് കാണുകയാണ്, യഹോവ സകല പീഡിതന്മാർക്ക് വേണ്ടിയും നീതിയും ന്യായവും നടത്തുന്നു. പീഡിതന്മാർക്ക് വേണ്ടി നീതിയും ന്യായവും നടത്തുന്നു. സിമ്പിൾ ആ വാക്യങ്ങൾ നമുക്കറിയാം. ദൈവം പീഡിപ്പിക്കപ്പെടുന്നവർക്ക്, പീഡിതന്മാർക്ക് നന്മ ചെയ്യുന്നു, അവർക്ക് നീതിയും ന്യായവും നടത്തുന്ന ഒരു ദൈവം. അവൻ തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അവൻ പഴയ നിയമത്തിലേക്ക് പോവുക. തൻ്റെ വഴികളെ മോശയെയും തൻ്റെ പ്രവർത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. മോശയ്ക്ക് ദൈവത്തിൻ്റെ വഴി മനസ്സിലായി. ഇസ്രായേൽ ജനം അവൻ്റെ പ്രവർത്തികളെ കണ്ടു. മോശ അവരുടെ വഴി നടത്തിയത്. അപ്പോൾ ഗൈഡിനാണ് വഴി അറിയാവുന്നത്. പക്ഷേ ആ നടത്തിപ്പിൽ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ പ്രവർത്തികൾ കാണുക, അത്ഭുതങ്ങൾ കാണുക. മരുഭൂമിയിൽ പാറയെ പിളർന്ന് ദാഹം തീർക്കുന്ന ഒരു ദൈവം. അപ്പോൾ അവർ ചോദിച്ചു, മരുഭൂമിയിൽ ദൈവത്തിന് ഭക്ഷണം ഒരുക്കാൻ പറ്റും, മേശ ഒരുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഉടൻ ദൈവം മേശ ഒരുക്കുക. എന്താണ്? മന്ന,
ഹെവൻലി ഫുഡാണ്, സ്വർഗീയ ഭോജനം. തുടർന്ന് കാടപക്ഷി നൽകുന്നു, അല്ലെ? കാടപക്ഷി അവർ പിടിക്കാതെ തന്നെ അത് വന്ന് പാളയത്തിൽ വന്ന് ഇങ്ങനെ തെറ്റി നിൽക്കുകയാണ്. അവർ കൈകൊണ്ട് അതിനെ പിടിച്ചെടുത്ത് അത് ഭക്ഷണം പാകം ചെയ്യുന്നു. ഹെവൻലി ഫുഡ്, ഈ അവർ കഴിച്ച മന്ന എന്ന് പറയുന്നത് സ്വർഗീയ ഭോജ്യം എന്നാണ് പറയുന്നത്. അവരത് കുറേ കഴിഞ്ഞപ്പോൾ അവർക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറയുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ മേന്മ അവർ മറന്നു പോവുകയാണ്. ദൈവകാര്യങ്ങളിൽ നമുക്ക് കുറവ് സംഭവിക്കാൻ നമ്മൾ ചിന്തിക്കുക ദൈവത്തിന് അകലുമ്പേതാണ്. പാപത്തെ സ്നേഹിച്ചു ദൈവവചനത്തിനകന്നു, ദൈവവചനം സ്നേഹിച്ചു പാപത്തിനകന്നു എന്ന് പറയും. രണ്ടും ഈ കാന്തിക പവറുണ്ടല്ലോ, ഈ രണ്ട് കാന്തികൾ തമ്മിൽ വെച്ചാൽ ചില ധ്രുവങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ അത് വിയോജിക്കും. കാന്ത ആകർഷിക്കുന്നതാണ്, ചേർത്ത് പെട്ടെന്ന് ചില ധ്രുവങ്ങൾ തമ്മിൽ, സൗത്ത് പോൾ നോർത്ത് പോൾ എന്ന് പറഞ്ഞാൽ ചില ധ്രുവങ്ങൾ, വ്യത്യസ്ത ധ്രുവങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ചാൽ അത് ഒരിക്കലും ചേരത്തില്ല, അത് അകന്നു പോകും. എന്നാൽ അത് തിരിച്ച് മറിച്ച് മറ്റേ ഭാഗത്ത് വെച്ചാൽ അത് പെട്ടെന്ന് യോജിക്കും. കാന്തം, മാഗ്നറ്റ്, അത് ഒട്ടിച്ചേരുന്നതായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞ പോലെ ദൈവത്തെ സ്നേഹിച്ചാൽ നമുക്ക് ദൈവവചനത്തോടും സ്നേഹം തോന്നും. ദൈവവചനത്തെ സ്നേഹിച്ചാൽ ദൈവസ്നേഹം നമ്മളെന്നറിയും. എന്നാൽ പാപത്തെ സ്നേഹിച്ചാലോ ദൈവത്തിന് അകലുവാനായിട്ട് ഇടയായി തീരും. അതുകൊണ്ട് ദൈവത്തെയും ദൈവവചനത്തെയും നമ്മൾ സ്നേഹിക്കാനായിട്ട് സാധിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ, ദൈവസ്നേഹം നമ്മൾ നിറയ്ക്കാൻ പരിശുദ്ധാത്മാവ് ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിയും. ഇവിടെ പറയാം, തൻ്റെ പ്രവർത്തികൾ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. അപ്പോൾ അവർ കഴിച്ച ഹെവൻലി ഫുഡ്, ആ സ്വർഗീയ മന്ന കൊണ്ടാണ് 40 സംവത്സരം അവർ മരുഭൂമിയിൽ കിടന്നുണ്ടെന്നപ്പോൾ അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. അതൊരു മിറാക്കിളാണ്. അവരുടെ ജീവിതത്തിൽ തന്നെ, അവരുടെ ദേഹത്ത് തന്നെ അവർ കാണുക. പിന്നെ എന്താ, മിസ്രൈമി വ്യാധികളിലൊന്നും അവർക്ക് വന്നില്ല. ബാധയൊക്കെ തട്ടുന്നുണ്ട് അവരുടെ തിന്മ കൊണ്ടാണ്, അല്ലാതെ മിസ്രൈമി വ്യാധിയൊന്നും അവർക്ക് തട്ടിയതായിട്ട് സംഭവിക്കുന്നില്ല. പിന്നെ അവരുടെ ചെരുപ്പ് തേഞ്ഞു പോയില്ല. അപ്പോൾ നോക്കിയാൽ 40 വർഷം ഒരു 10 വയസ്സുള്ളൊരു കുട്ടി 10 വയസ്സിലിട്ട ചെരുപ്പ്, 50 വയസ്സ് വരെ ആ ചെരുപ്പിന് ഈ കാല് വളരുന്നതനുസരിച്ച് ചെരുപ്പും വളർന്നു എന്ന് പറഞ്ഞാൽ അവിശ്വസനീയമെന്ന് പറയും. പക്ഷേ അത് വിശ്വസനീയമായിട്ട് അത് ദൈവം എഴുതി വെച്ചിരിക്കുക. ചെരുപ്പ് തേഞ്ഞു പോയില്ല എന്ന് അവിടെ പറയുന്നത് വരുമ്പോൾ. അപ്പോൾ എത്ര അതിശയങ്ങൾ അവരിൽ തന്നെ കണ്ടു. പക്ഷെ എന്നിട്ട് അവർക്കത് എന്തെന്ന് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതാണ് അവിശ്വാസത്തിൻ്റെ ഇതെന്ന് പറയുന്നത്. അവിശ്വാസം നമ്മൾ അകറ്റി, ശത്രു അകന്ന് നമ്മൾ വിശ്വാസത്തിൽ ഉറയ്ക്കുവാൻ, ദൈവത്തോട് ചേർന്നിരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇവിടെ പറയുകയാണ്, തൻ്റെ പ്രവർത്തികൾ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. യഹോവ കരുണയും കൃപയും നിറഞ്ഞവനാകുന്നു, ദീർഘക്ഷമയും മഹാദേവിയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല. കരുണയും കൃപയും നിറഞ്ഞ ദൈവം, അത് എത്രയോ പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. ദീർഘക്ഷമയും മഹാദേവിയുമുള്ളവൻ തന്നെ. അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല, എന്നേക്കും കോപം സംഗ്രഹിക്കില്ല. ദൈവം കോപിക്കും. ചിലർ പറയും ദൈവം കോപിക്കാത്ത ഒരു ശാന്തനായ, ഇങ്ങനെ എന്ത് ചെയ്താലും സുസ്മേരവതനായിരിക്കുന്നില്ല. ദൈവം കോപിക്കും. ദൈവം തിന്മയ്ക്കെതിരെ ദൈവം കോപിക്കുന്നുണ്ട്, ദൈവം ശാസിക്കുന്നുണ്ട്, ദൈവം ശിക്ഷിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിൻ്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ എവിടെയുള്ളൂ എന്ന് ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ തലമുറ ശിക്ഷിക്കരുതെന്നൊക്കെ പറയുമ്പോൾ ദൈവത്തിന് അകന്നു പോയത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ വരുന്നത്. ശിക്ഷണം പാടില്ല എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ദൈവത്തിന് അന്യപ്പെട്ടതാണ്. ഇവിടെ പറയുകയാണ്, എന്താണ്, അവൻ എല്ലായ്പ്പോഴും ഫത്സിക്കുകയില്ല, എന്നേക്കും എന്നാൽ ദൈവം കോപം സംഗ്രഹിച്ചു വെക്കുന്നില്ല. നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ശിക്ഷിക്കുന്നത്. നമ്മൾ മനം തിരിയാൻ, നമ്മൾ ദൈവത്തിലേക്ക് തിരിച്ചു വരുവാൻ ദൈവം ശിക്ഷിക്കുകയാണ്, ദൈവം ശാസിക്കുകയാണ്. അതുകൊണ്ട് അത് ദൈവിക പദ്ധതിയുടെ ഏറ്റവും ശ്രേഷ്ഠമായൊരു അനുഭവമാണത്. അപ്പം എന്നേക്കും അവിടുന്ന് കോപം സംഗ്രഹിക്കുകയില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാമത്തെ അധ്യായം അതിൻ്റെ 18ഉം 19ഉം വാക്യങ്ങൾ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല, ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും, അവരുടെ പാപങ്ങളൊക്കെ നീ സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളയും. എത്ര ശ്രേഷ്ഠമായതാണ്! ഇന്ന് ദൈവസ്നേഹത്തിൻ്റെ ആഴക്കടലിൽ ദൈവം നമ്മുടെ പാപങ്ങളെല്ലാം ക്ഷമിക്കുന്ന, നമ്മുടെ പാപങ്ങളെല്ലാം തൻ്റെ പിറകിൽ എറിഞ്ഞു കളയുന്ന ദൈവം, തൻ്റെ പിറകിൽ, നമ്മുടെ പിറകില്ല, തൻ്റെ പിറകിൽ എറിഞ്ഞു കളയുന്ന ദൈവം, നമ്മളെ വിട്ടുവയ്ക്കുന്ന ശ്രേഷ്ഠനായ ദൈവം. ആ ദൈവത്തിൻ്റെ കൃപകളെ നമുക്ക് ഓർക്കാം, ദൈവത്തിൻ്റെ ദീർഘക്ഷമയിൽ നമുക്ക് ആശ്രയിക്കാം, ദിവസം നമ്മൾ തന്നെ അർപ്പണം ചെയ്യാം. എൻ മനമേഘ വാഴ്ത്തുക, എൻ്റെ സർവാന്തരങ്ങളുടെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേഘ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്ന് തിരുവഴുത്തിന് ഉപകാരം. അപ്പോൾ ദൈവമേ, അവിടെ ഞങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങൾ ഓരോന്നും ഏറ്റവും ശ്രേഷ്ഠമായി ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ ഞങ്ങൾക്ക് വേണ്ടി രക്ഷയുടെ കവാടം തുറന്ന് രക്ഷകനെ ഞങ്ങൾക്ക് ഏകി, രക്ഷകൻ തൻ്റെ ജീവനെ ഞങ്ങൾക്ക് വേണ്ടി മറുവിലയായി തന്നു, തൻ്റെ രക്തം ചിന്തി ഞങ്ങൾ വീണ്ടെടുത്ത മഹാരക്ഷ. അപ്പോൾ അത് ഞങ്ങൾ തിരിച്ചറിയുവാൻ, രക്ഷയിൽ ഞങ്ങൾ മുതിർന്ന് മുമ്പോട്ട് പോകാൻ ഞങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകൾക്കായി സ്തുതി മഹത്വത്തോട് മാത്രം എടുക്കണമേ. ആമേൻ.
സൃഷ്ടികളുമൊന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാ